ദേശീയപാത 85-ൻ്റെ പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമാവുകയാണ്. ദേശീയപാത സംരക്ഷണ സമിതി 4-ാം തീയതി അപകടകരമായ മരങ്ങൾ വെട്ടുമെന്ന് സമരപ്രഖ്യാപനം നടത്തിയതാണ്. എന്നാൽ വനം വകുപ്പ് മന്ത്രിയും കേന്ദ്രമന്ത്രിയും ജില്ലാ കളക്ടറും ഒത്തുചേർന്നുള്ള ചർച്ചയിൽ അവർ പിന്മാറുകയായിരുന്നു. കുറേ ഉറപ്പ് അവർക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, മരം വെട്ടും. അത് മാത്രമല്ല, ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അപാകത പരിഹരിക്കപ്പെടുമെന്നും ഇപ്പോൾ ഈ സമരസമിതിക്ക് ഉറപ്പ് ലഭിച്ചതായി അറിയുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ വീണ്ടും ഒരു ചർച്ച കൂടി. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ശ്രീ എം.എൻ. ശ്രീനിവാസനാണ്. അദ്ദേഹം അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ കാഞ്ഞിരവേലിയെ പ്രതിനിധീകരിക്കുന്ന മുൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അതുമാത്രമല്ല, പരിസ്ഥിതി ഫോറം എന്ന പരിസ്ഥിതി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. സ്വാഗതം സാർ. നമസ്കാരം. ഇന്നിപ്പോൾ നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്ന വിഷയം കഴിഞ്ഞ ആഴ്ച ചെയ്ത ചർച്ചയുടെ ഒരു തുടർച്ചയാണ്. കുറേ നാളുകളായി നമ്മുടെ അടിമാലി വാളറ ഭാഗത്ത്, പ്രത്യേകിച്ച് വാളറ നേര്യമംഗലം ഭാഗത്തെ 14.5 കിലോമീറ്റർ ദൂരത്തുള്ള മരം വെട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. അതുമാത്രമല്ല, നമ്മുടെ ഇപ്പോൾ നടക്കുന്ന NH-85-ൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രശ്നങ്ങൾ. പിന്നെ അങ്ങ് അധിവസിക്കുന്ന കാഞ്ഞിരവേലിയും അതിൻ്റെ പ്രാന്തപ്രദേശമായ പാട്ടിടുമ്പും ഒപ്പം തന്നെ കുളമാങ്കുടി, ഇതൊക്കെ ആദിവാസികൾ കൂടി താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ജനവാസത്തിന് വിഘാതമായി, അല്ലെങ്കിൽ അവർക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ആന തമ്പടിച്ചിരിക്കുന്നു. കഴിഞ്ഞ മാർച്ച് 5-നാണ് ഒരു സ്ത്രീ, ഇന്ദിര എന്നുള്ള പേരുള്ള ഒരു സ്ത്രീയെ ആന അതിദാരുണമായി ചവിട്ടിക്കൊന്നത്. ഇതുമായൊക്കെ ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രശ്നങ്ങളാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം നമുക്ക് ഈ മരം മുറിക്കൽ വിഷയം ഒന്ന് എടുത്തു നോക്കാം. ഈ മരം മുറിക്കലുമായി ബന്ധപ്പെട്ട് ഇവിടെ ദേശീയപാത സംരക്ഷണ സമിതി 4-ാം തീയതി ഒരു വലിയ സമരത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. താങ്കളത് അറിഞ്ഞു കാണും, തീർച്ചയായിട്ടും അറിഞ്ഞു കാണും. മരം മുറിക്കുമെന്നാണ് അവർ പറഞ്ഞത്, പക്ഷെ അവരതിൽ നിന്ന് പിന്നോട്ട് പോയി. എന്തായിരിക്കും അവർ പിന്നോട്ട് പോകാനുള്ള കാരണം? മരം മുറിക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നം അത് കോടതിയിൽ നിന്നുള്ള ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് മരം മുറിക്കുന്നതിന് തടസ്സമില്ല. ദേശീയപാത വികസനത്തിന് അനുകൂലിക്കുന്നവരാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരും എല്ലാം. അതിൻ്റെ നിയമപരമായ കാര്യങ്ങളെല്ലാം, നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കുകയും നല്ല നിലയിൽ മരത്തിനെല്ലാം നമ്പർ കൊടുക്കുകയും, ഏകദേശം ഒരു കണക്ക് പ്രകാരം 307 മരങ്ങളുടെ ഒരു കണക്കാണ് റേഞ്ച് ഓഫീസർ അത് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ആ മരങ്ങളുടെ എല്ലാം നമ്പറെല്ലാം അടിച്ച് പൂർത്തിയാക്കിയതാണ്. അപ്പോഴാണ് ഈ കോടതിയിൽ നിന്നുള്ള ചില ആളുകൾ പോയി കോടതി വിധി വാങ്ങി അത് തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ വനം വകുപ്പിന് അതുമായി ബന്ധപ്പെട്ട് യാതൊരു തടസ്സങ്ങളും നിലവിലില്ല. അല്ല, അതാണ് തടസ്സപ്പെടുത്തിയെന്ന് പറയാനാവുമോ? തീർച്ചയായിട്ടും അത് വനം വകുപ്പിൻ്റെതല്ല ഈ ഭൂമി, അത് റവന്യൂവിൻ്റെതാണ് ആ ഭൂമി. അല്ല, നാഷണൽ ഹൈവേയുടെ ഭൂമിയാണത്. അത് 100 അടി രാജാക്കന്മാരുടെ കാലത്ത് തന്നെ വീതി രേഖപ്പെടുത്തപ്പെട്ടതാണ് എന്നല്ലേ കോടതി പറഞ്ഞത്? അതെ, അതിന് തടസ്സപ്പെടുത്തരുത് എന്നുള്ള നിലയിലാണ് വിധി വന്നത്. അതായത് അതിനു മുമ്പാണ് ഈ കോടതിയുടെ ഈ പരാമർശം വന്നത്. അതായത് ഇപ്പം ഈ വരുന്ന ഇത് സമീപകാലത്ത് രണ്ടാമത് വന്നത്. അതിന് മുമ്പുള്ളൊരു വിധിയുണ്ട്. ആ വിധിയിലാണ് ഇവർ പോയി ഈ അടിമാലി പ്രദേശത്തുള്ള ആളുകൾ തന്നെ പോയി വിധി വാങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ മരം വെട്ടരുത് എന്നുള്ള, നിലവിൽ മരം മുറിക്കാൻ പാടില്ല എന്നുള്ള വനം വകുപ്പിന് നിർദ്ദേശം കൊടുത്തത്. കോടതി അങ്ങനെ ഒരു നിർദ്ദേശം വനംവകുപ്പിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ വനംവകുപ്പിൻ്റെതല്ലല്ലോ ഭൂമി. അപ്പൊ പിന്നെ വനംവകുപ്പിന് അതിനകത്ത് എന്ത് അവകാശമാണുള്ളത്? അല്ല, നിലവിൽ വനംവകുപ്പിന് അവകാശം എന്ന് വെച്ചാൽ വനംവകുപ്പാണ് അതിന്റെ ചുമതല നിർവഹിച്ച് കൊടുത്തത് ഇതുവരെയുള്ള ഇത് വെച്ച്. അതിന് പിന്നീട് തുടർ നടപടി എന്താണെന്ന് സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയില്ല. ഇപ്പൊ അടുത്ത കാലത്ത് കഴിഞ്ഞ ദിവസം തന്നെ ഒരു DFOയുടെ ഓർഡർ വന്നു. ആ ഓർഡറിനകത്ത് ഹൈറേഞ്ചിലുള്ള, അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും വനമേഖലയിലൂടെ കടന്നു പോകുന്ന റോഡുകളെല്ലാം വനമേഖലയുടേതാണ്, വനത്തിൻ്റെതാണ്, വനം വകുപ്പിൻ്റെതാണ് എന്ന് കർശനമായി ഒരു DFO പറഞ്ഞിട്ടുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? അതിനോട് യോജിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് അവർ DFO പറയുന്നത് നിയമത്തിൻ്റെ ആ പരിധി വെച്ചുള്ള കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മന്നാങ്കണ്ടം വില്ലേജിൻ്റെ നല്ലൊരു ഒരു 12,000 ഹെക്ടർ ഭാഗം റിസർവ് ഫോറസ്റ്റ് എന്നുള്ള പേരിലാണ് സർവേ ഓഫീസിൽ കിടക്കുന്നത്. അത് ഇതുവരെ മാറ്റപ്പെട്ടിട്ടില്ല. ഈ മന്നാങ്കണ്ടം വില്ലേജിൽ പല സ്ഥലങ്ങളിലും പട്ടയം കൊടുത്തിട്ടില്ല. ഈ കൊടുക്കുന്നതിനെല്ലാം തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ വനം വകുപ്പിൻ്റെ നിയമങ്ങളാണ്. അതുപോലെ റീസർവേ നടപടികൾ ഈ വില്ലേജിൽ ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റേതെല്ലാ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇത് സംബന്ധിച്ച് റവന്യൂ മന്ത്രിനെ കാണുകയും നിവേദനം കൊടുക്കുകയും എല്ലാം ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ആ ഫയലുകളെല്ലാം തിരിച്ച് താലൂക്കിലെല്ലാം വരുമ്പോൾ ഇവർ വില്ലേജ് ഓഫീസർ അടക്കം സാങ്കേതികത്വം പറഞ്ഞ് ഒഴിവാക്കുകയും അവർ കൊടുക്കുന്ന റിപ്പോർട്ടിലെല്ലാം
റിസർവ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ആളുകൾ താമസിക്കുന്ന സ്ഥലത്തിന് അവർ കൊടുക്കുന്ന റിപ്പോർട്ടിൽ റിസർവ് ഫോറസ്റ്റ് എന്ന് എഴുതി കൊടുക്കുകയാണ്. കിലോമീറ്റർ നീളത്തിൽ മരം മുറിക്കുന്നത് കൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഒന്ന്, അപകട ഭീഷണി ഒഴിവാകുന്നു, ആളുകളുടെ മരണഭീഷണി, ഭീതി ഒക്കെ ഒഴിവാകുന്നു എന്നുള്ളൊരു വലിയ കാര്യമാണ്. ഒപ്പം തന്നെ ഈ NH വീതി കൂട്ടണമല്ലോ. ഇപ്പൊ പണി നടക്കുകയല്ലേ. സത്യത്തിൽ വാളറ തൊട്ട് നേര്യമംഗലം പാലം തൊട്ട് ഈ വാളറ വരെയുള്ള ഈ 14.5 കിലോമീറ്റർ നീളത്തിൽ ഒരു പണി ഇപ്പൊ നടക്കുന്നില്ലല്ലോ. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. അതിന് കാരണം വനംവകുപ്പാണോ? വനംവകുപ്പാണ്. വനംവകുപ്പിൻ്റെതായിട്ടുള്ള നിയമപരമായ പ്രതിസന്ധികളാണ് അതിനകത്തുള്ളത്. വനംവകുപ്പിനെ നമ്മൾ അതിനകത്ത് പറയുമ്പോൾ വനംവകുപ്പിൻ്റെ അല്ലെങ്കിൽ DFOയുടെ ഉത്തരവ്, ഗവൺമെന്റ് ഉത്തരവ്, അതിനകത്തെല്ലാം ഉണ്ട്. ഇപ്പൊ ഒരു വനത്തിലേക്ക് നമുക്ക് കയറി കഴിഞ്ഞാൽ കുറ്റാരാണല്ലോ. പക്ഷേ ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇത് വനംവകുപ്പിന് ഈ പറഞ്ഞ 100 അടിയിൽ വീതിയിൽ യാതൊരുവിധ അവകാശങ്ങളുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വനംവകുപ്പ് എന്താണ്? അങ്ങ് തീർച്ചയായിട്ടും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരാളാണല്ലോ. എന്താണ് അവരുടെ നിലപാട്? അവരുടെ നിലപാട് അവര് പറഞ്ഞിരിക്കുന്നത്, ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈ കോടതി വിധി, ഇതിനു മുമ്പുണ്ടായ ഒരു കോടതി വിധിയായി ബന്ധപ്പെട്ട പ്രശ്നമാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, മുമ്പുണ്ടായ കോടതി വിധി അവസാനം ഉണ്ടാവുന്ന കോടതി വിധി റദ്ദാക്കുമല്ലോ. അപ്പൊ ഇതിന് ശേഷമുള്ള കോടതി വിധിയുടെ റിപ്പോർട്ടും കാര്യങ്ങളും അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഒരു സാങ്കേതിക ന്യായം അവർ പറയുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ഇടപെട്ട് കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യം. അപ്പൊ അങ്ങയുടെ അറിവനുസരിച്ച് 4-ാം തീയതി ഇവർ മഴവും കയറും ഒക്കെ ആയിട്ട് ഇവിടുന്ന് പോയാൽ അത് ഈ ഫോറസ്റ്റുകാർ തടയാൻ സാധ്യതയുണ്ടായിരുന്നു? ഫോറസ്റ്റുകാരെ തടയാൻ സാധ്യതയുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിയമപരമായിട്ട് ഒരു പക്ഷേ തടയേണ്ടി വരും. നിലവിൽ ഫോറസ്റ്റിന്റെ ഭൂമിയിൽ നിൽക്കുന്ന മരം അവരെ അധികാരപ്പെടുത്തി, അതിപ്പോ അവിടുത്തെ കാട് വെട്ടൽ വരെ അവരാ ചെയ്യുന്നത്. മറ്റ് അങ്ങനെ ചെയ്തേക്കുമായിരുന്നു. അവരുടെ സാന്നിധ്യത്തിലാണ് എല്ലാ വർക്കുകളും ചെയ്യുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. അല്ലാതെ മറ്റുള്ളവർക്ക് ചെയ്യാൻ അവകാശമില്ല. അവരുടെ നിയമം അനുസരിച്ച്, അല്ലെങ്കിൽ വനംവകുപ്പിന്റെ നിയമം അനുസരിച്ച് മറ്റുള്ളവർക്ക് ചെയ്യാൻ അവകാശമില്ല. അത് അവരെപ്പോഴും പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നിയമപരമായിട്ട് കാര്യങ്ങൾ മാറ്റുന്നതിൽ ഇപ്പോൾ വന്യമൃഗങ്ങളുടെ കാര്യങ്ങളിൽ തന്നെ ഗവൺമെന്റ് നിയമസഭ ഏകകണ്ഠമായി പാസ്സാക്കി കൊടുത്ത കാര്യങ്ങൾ പോലും കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല. അതായത് വന്യമൃഗങ്ങളെ, ക്ഷുദ്രജീവികളൊക്കെ വെടിവെച്ച് കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഉള്ള നിയമസഭ ഏകണ്ഠമായിട്ട് പ്രമേയം പാസ്സാക്കി. വന്യമൃഗങ്ങളെ കൊണ്ട് ജീവിക്കാൻ ഒരു നിർവാഹമില്ലെന്നും വന്യമൃഗങ്ങളെ നിയന്ത്രിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നും നിയമസഭയിൽ ഒരു MLA പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രി ശാസിക്കുകയാണ് ചെയ്തത് പേഴ്സണലായിട്ട്. മുഖ്യമന്ത്രി ശാസിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗവൺമെന്റിന്റെ ചില അത് രാഷ്ട്രീയപരമായിട്ടൊരു പ്രശ്നമായിരിക്കാം. ഇതാണ് നമ്മുടെ ഈ MLA എന്ന് പറയുന്നത് ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള ഒരാളാണല്ലോ. അദ്ദേഹം അതുകൊണ്ട് ഒരുപക്ഷെ ജനങ്ങൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി ആയിരിക്കും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അത് പോട്ടെ, അതല്ല നമ്മുടെ വിഷയം. ഞാൻ തിരിച്ചു വരാം. ഈ നേര്യമംഗലത്ത് ഇപ്പോൾ സമാന്തരമായ ഒരു പാല നിർമ്മാണം നടക്കുന്നുണ്ടല്ലോ. നന്നായി നടക്കുന്നുണ്ടോ? അത് വളരെ നടക്കുന്നുണ്ട്. ആ പാല നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് തന്നെ നമ്മുടെ ഇങ്ങോട്ടുള്ള NHന്റെ വികസനം നടക്കേണ്ടതില്ലേ? നടക്കേണ്ടതുണ്ട്. അപ്പൊ ഈ നിർമ്മാണത്തിൽ വലിയ അപാകതകൾ സംഭവിക്കുന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങ് അതിനെതിരെ അങ്ങൊരു സമിതി ഉണ്ടാക്കിയിട്ട് ഇതിന്റെ പ്രോജക്റ്റ് ഓഫീസറെ കാണാൻ എറണാകുളത്ത് പോവുക. എടപ്പള്ളിയിലാണെന്ന് തോന്നുന്നു ഓഫീസ് അല്ലേ? ഇതിന്റെ അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു ഓഫീസ് ഉണ്ട്, പ്രത്യേകിച്ച് NHുമായി ബന്ധപ്പെട്ട്. ആ ഓഫീസിൽ പോയി അതിന്റെ ഡയറക്ടറെ കാണുകയും പ്രോജക്റ്റ് ഓഫീസറെ കാണുകയും നിങ്ങളുടെ പരാതി കൊടുക്കുകയും ചെയ്തു. പരാതി എന്തായിരുന്നു? പരാതിയിൽ പ്രധാനമായിട്ട് NHൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഈ റോഡിന്റെ സൈഡ് ഇടിക്കാതെ ഫില്ലിങ്, അതായത് റോഡ് ഇപ്പോൾ പരമ്പരാഗതമായിട്ട് പ്രകൃതിദത്തമായിട്ടുള്ള ഘടനയുണ്ട് ആ ഭൂമിക്ക്. ആ ഭൂമിയുടെ ഘടന യാതൊരു തരത്തിലും റോഡിന് കുഴപ്പമില്ലാതെ നിൽക്കുമ്പോൾ ആ ഭാഗമൊക്കെ വെട്ടി അരിഞ്ഞ് ഇടിച്ച് നിരത്തി അവിടെ കോൺക്രീറ്റ് ചെയ്യുന്നു. അത് കോൺക്രീറ്റിന്റെ ഒരു ആവശ്യമില്ല അവിടെ. മാത്രമല്ല ഒരു സംരക്ഷണ ഭിത്തി കിട്ടുന്നത്, ഒരു സൈഡിൽ സംരക്ഷണ ഭിത്തി കിട്ടുന്നത് കാണാമല്ലോ. ഈ സംരക്ഷണ ഭിത്തി കിട്ടുന്നത് റോഡിന്റെ വികസനത്തെ എന്നേക്കുമായി തടസ്സപ്പെടുത്തുന്ന ഒന്നല്ലേ? ഒന്നാണ്. അതാണ് അങ്ങ് ഇതിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കാരണം ഭാവിയിൽ ഈ കോൺക്രീറ്റ് മതിലുകൾ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഓട നിർമ്മാണം ഉണ്ടല്ലോ, ഈ ഓടയുടെ മുകളിൽ കൂടെ വണ്ടി പോകാൻ പാകത്തിനാണ് ആ ഓട നിർമ്മിക്കുന്നത്. അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. ഇപ്പൊ ജോയ്സ് ജോർജിനെ പോലെ മുൻ അനുഭവമുള്ള പരിചയമുള്ള മുൻ MP പറയുന്നു, അതിനകത്തൊരു കല്ലോ മറ്റു മരക്കഷ്ണങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്ന് കുടുങ്ങിക്കഴിഞ്ഞാൽ അത് എന്നേക്കുമായി കുടുങ്ങുകയാണ്. അതിനകത്തൊരു എഞ്ചിനീയറിംഗ് സംവിധാനം അനുസരിച്ച് അത് തുറക്കാനുള്ള സംവിധാനമൊന്നുമില്ലേ?
തീർക്കാനുള്ള സംവിധാനം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ആ. പക്ഷേ നിലവിൽ ആ നിർമ്മാണം ഇപ്പോൾ കേരളത്തിൽ മറ്റു പല സ്ഥലങ്ങളിലും ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ചെയ്തിരിക്കുന്നത്. മറ്റ് തിരുവനന്തപുരത്ത് അടക്കമുള്ള നാഷണൽ ഹൈവേയുടെ ഇതിനകത്ത് ആ രീതിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഏകദേശം ഇത് ചെയ്തിരിക്കുന്നത്. എത്ര വീതി കിട്ടുമെന്നാണ് അങ്ങ് വിചാരിക്കുന്നത് നാഷണൽ ഹൈവേക്ക്? നാഷണൽ ഹൈവേയുടെ പലതരത്തിലാണല്ലോ അതിൻ്റെത്. ആ. അപ്പം നമ്മളിവിടെ കേരളത്തിൽ അംഗീകരിച്ചിരിക്കുന്നത് പൊതുവെ 45 മീറ്റർ എന്നുള്ളൊരു 45 മീറ്റർ ആണ്. ഇതാണ്. നമുക്ക് ഇവിടെ ഒരു 10 മീറ്റർ പോലും കിട്ടുന്നില്ലല്ലോ. നമുക്ക് കിട്ടുന്നില്ല. ആ. നമുക്ക് കിട്ടുന്നില്ല എന്ന് നമുക്കൊരു മാത്രമല്ല 30 അടി കിട്ടിയാൽ തന്നെ ധാരാളമായിരുന്നു. 30 മീറ്റർ അതാണ് 30 മീറ്റർ ഈ ദേശീയ തലത്തിൽ 60 മീറ്റർ, ആ. സ്റ്റേറ്റിൽ നമ്മൾ ഗവൺമെന്റ് 45 മീറ്റർ. 45 മീറ്റർ ആ നിലയിലാണ് നമുക്ക് ഇവിടെ ഒരു അംഗീകരിച്ചിരിക്കുന്നത്. 30 മീറ്റർ പോലും കിട്ടാൻ സാധ്യതയില്ല. കിട്ടാൻ സാധ്യതയില്ല. സാധ്യതയില്ല എന്ന് മാത്രമല്ല ഇത് ഭാവി അടച്ചു പോവുകയാണ്. അതെ, ഇതിന്റെ വികസനത്തെ എന്നേക്കുമായി അടച്ചു കളയുകയാണ്. അപ്പൊ വിഘ്നപ്പെടുത്തുക. ഞങ്ങളെ ചൂണ്ടിക്കാണിച്ചതിന് ശേഷം ഇത് അന്വേഷിക്കാമെന്നും അല്ല, ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്. അപ്പോൾ ഇത് ഈ NH എന്നുള്ളത് മാറുന്നു എന്നും, നാഷണൽ ഹൈവേ മാറി അത് സ്റ്റേറ്റ് ഹൈവേ ആയി പഴയ ആലുവ മൂന്നാർ റോഡായി വീണ്ടും മാറുന്നു എന്നതിനെ സംബന്ധിച്ചൊരു ഒരു പൊതുവെ ഒരു പറച്ചിൽ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ വല്ല ശരിയുമുണ്ടോ? അതിൽ ഒരു പരിധിവരെ യാഥാർത്ഥ്യമുണ്ട്. കാരണം ഭാവി വികസനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ ഹൈവേയുടെ ഭാഗമായിട്ട് എല്ലാ സ്ഥലത്തും തന്നെ മിക്കവാറും സ്ഥലത്തൊക്കെ നടന്നിരിക്കുന്നത്. ഇപ്പോൾ കോതമംഗലം ഭാഗത്തൊക്കെ അതിൻ്റെ ഒരു നിർമ്മാണത്തിന് നല്ലൊരു ഘട്ടം കഴിഞ്ഞു. ഇപ്പൊ ജനകീയ പ്രശ്നമായിട്ട് ഇത് ഉയർത്തിക്കൊണ്ട് വരാൻ ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ളൊരു പ്രശ്നം കൂടെ നിൽക്കുകയാണ്. അപ്പൊ സമയം ഒരുപാട് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രശ്നം ഇവിടെ അടിമാലി തന്നെ ഉയർത്തിക്കൊണ്ട് ഈ NH വേറൊരു വഴിക്ക് ഗ്രീൻഫീൽഡ് NH എന്ന പേരിൽ, ദേശീയപാത എന്ന പേരിൽ ചേലച്ചോട് കൂടി വരുന്ന, വണ്ണപ്പുറം ചേലച്ചോട് കൂടി വരുന്ന ഒരു പാതയുടെ DPR ഒക്കെ പൂർത്തിയായിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് അറിയില്ല കേട്ടോ. നമ്മൾ ഗവൺമെന്റ് അതിന്റെ സംബന്ധിച്ച് നടക്കുന്നുണ്ട്, പ്രോജക്റ്റ് ഇതിന്റെ പദ്ധതി നടക്കുന്നുണ്ട്. അല്ല, പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇതിന്റെ ഈ ഒരു പാത NH ആയി കിടന്ന ഒരു പാതയുടെ വികസനം 45 മീറ്ററായി വർദ്ധിപ്പിക്കേണ്ടതിന് പകരം ഇപ്പൊ ഏറിയാൽ ഒരു 10 മീറ്റർ എന്നതിലേക്ക് അപ്പുറത്തേക്ക് അത് കിട്ടത്തില്ല? അത് കേരളത്തിൽ പൊതുവിൽ തന്നെ നമുക്കൊരു രീതിയുണ്ട്. ഭൂമി എടുക്കുന്നതും ഭൂമിയുടെ വിലയും. ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിലെ റോഡ് വികസനം നടക്കുന്നു പറയുമ്പോൾ ഇവിടെ നടക്കാത്തതിന്റെ കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ സമീപകാലത്താണ് ഈ റോഡ് ഒരു 5-8 വർഷമായിട്ടാണ് ഈ റോഡ് വികസനത്തിൽ വൻ മുന്നേറ്റം ഉണ്ടായത്. അപ്പോൾ ഈ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ റോഡിന് അധികം വീതി വേണ്ട എന്നൊരു ബോധം നമ്മളുടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ റോഡിലേക്ക് ഇറങ്ങിയിട്ടുള്ള മറ്റ് ഒരു ഗ്രാമീണ റോഡുകളിലേക്കാണ് റോഡിലേക്ക് ഇറങ്ങി കൃഷി ചെയ്യുക. പരമാവധി റോഡ് ഒരു വീതി എടുക്കേണ്ട സന്ദർഭങ്ങളിൽ വീതി കൊടുക്കാതിരിക്കുക. അങ്ങനെയുള്ളൊരു ബോധത്തിൽ നിന്ന് ആളുകൾ മാറി വന്ന്, എന്നാൽ പോലും 60 മീറ്റർ എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ മലയാളി എത്തിയിട്ടില്ല. ഒരിക്കലും എത്തിയില്ല. 45 മീറ്ററിൽ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾ എത്തി, മറ്റു പല സംസ്ഥാനങ്ങളും എത്തുകയും ചെയ്തിട്ടുണ്ട്. അല്ല, അവർക്ക് ഭൂമിയുണ്ട്. ഭൂമിയുടെ വില നമ്മുടെ ഒരു പോപ്പുലേഷൻ അത്ര കണ്ട് തിക്കാണല്ലോ, ജനസാന്ദ്രത കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ പല പഞ്ചായത്തുകളും നിർമ്മാണ നിരോധനം നടക്കുന്നുണ്ടല്ലോ, അതിശക്തമായി നിലനിൽക്കുകയാണ്. നിർമ്മാണ നിരോധനം നിലനിൽക്കുന്ന പഞ്ചായത്തുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ആ കൂട്ടത്തിലെ ആയിരിക്കും, അടിമാലിയിൽ അതില്ലെങ്കിൽ പോലും ഇപ്പൊ ഈ സംരക്ഷണ ഭിത്തി കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് പല പുരയിടങ്ങളിലേക്കുമുള്ള ആക്സസ് നഷ്ടപ്പെടുകയാണ്. അതായത് അവർക്ക് ഒരു വഴി അനുവദിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു 4 ഏക്കർ സ്ഥലത്ത് അല്ലെങ്കിൽ 2 ഏക്കർ സ്ഥലത്ത് അവരുടെ മക്കൾക്കായി 4 ആയി വീതം വെച്ച് കഴിയുമ്പോൾ ഈ ഒരു ആക്സസിലൂടെ വേണം കടന്നു പോകാൻ. അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. ഒരു പക്ഷേ ഇത് മുൻകൂട്ടിയുള്ള ഒരുതരം നിർമ്മാണ നിരോധനത്തിന്റെ ഭാഗം തന്നെയായിരിക്കും. ആയിരിക്കാം, ആ നിലയിൽ കാണാം. അത് എല്ലാ പ്രവർത്തനങ്ങളിലും, ഇപ്പോൾ വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങളിലുണ്ട്, മറ്റെല്ലാത്തിലും ഒരു നിഗൂഢത നിലനിൽക്കുന്നു എന്നാണല്ലോ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ കസ്തൂരി രംഗം, കാട്കൽ റിപ്പോർട്ട് പോലുള്ള സംഭവങ്ങളെല്ലാം വന്നപ്പോൾ നമ്മൾ അതാ കണ്ടെത്തിയത്. തീർച്ചയായിട്ടും ഗൂഢമായ ഒരു വനവൽക്കരണം. റീബിൽഡ് കേരളയിലുള്ള ഒരു പദ്ധതി തന്നെ സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളില്, അതായത് ജീവിക്കുന്നതിന് സുരക്ഷിതത്വ പ്രശ്നം ഉള്ള സ്ഥലങ്ങളിലെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനേ തീരുമാനിച്ചിട്ടുള്ളൂ. പക്ഷെ വ്യാപകമായിട്ട് ആളുകൾ അപേക്ഷ കൊടുക്കുകയാണ്. ഇത് വനമായിട്ട് എടുത്തു പോകും. അത് തന്നെയാണ് തീർച്ചയായിട്ടും അതെല്ലാം കൊടുത്തിട്ടുണ്ട്. ആളുകൾ അതുകൊണ്ട് ഒരു കുടിയിറക്ക് നടക്കുന്നുണ്ട് ഇവിടെ. നിശബ്ദമായ കുടിയിറക്കൽ നടക്കുന്നുണ്ട്, സ്വയം ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷെ ഇതുവരെ സംസ്ഥാനത്ത് 249 പേർക്കാണ് ഇതിന്റെ കണക്ക് കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ കൊടുത്തിട്ടില്ല. അത് ഏറ്റവും കൂടുതൽ വയനാട് ആണ് കൊടുത്തേക്കണത്. ഇടുക്കിയിലൊന്നും അങ്ങനെ കൊടുത്തായിട്ട് ഈ പ്രദേശത്തൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു നിവേദനം ഇതിന്റെ ഡയറക്ടർക്ക്, NHന്റെ ഡയറക്ടർ കൊടുത്തിട്ട് എന്തായിരുന്നു അവിടെ നിന്ന് കിട്ടിയ ഉറപ്പ്? അവിടെ നിന്ന് കിട്ടിയത് ഇതിനെപ്പറ്റി അന്വേഷിക്കും എന്നുള്ളതായിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ അന്വേഷിക്കാനായിട്ട് ആള് വന്നു. അതിനുശേഷം തുടർ നടപടികൾ കാര്യമായിട്ട് ഉണ്ടായില്ല. അപ്പൊ ഞങ്ങൾ വീണ്ടും അതിനകത്ത് ഫോളോ അപ്സ് വേണ്ടി വീണ്ടും ഞങ്ങൾ അതിനകത്ത് കേന്ദ്ര ഗവൺമെന്റിന് കത്തയച്ചു.
ഉപരിതല ഗതാഗത സെക്രട്ടറി കത്തയച്ചു. ഇനി ഞങ്ങൾ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിക്ക് കത്തയക്കും, അല്ലെങ്കിൽ നേരിട്ട് കാണാനുള്ള സംവിധാനങ്ങൾ ചെയ്യും. നിങ്ങളും അടിമാലിയിൽ രൂപീകരിക്കപ്പെട്ട ഈ നാഷണൽ ഹൈവേ സംരക്ഷണ സമിതിയും തമ്മിൽ ഒരു ലിങ്ക് ഇല്ല? അല്ല, ഞങ്ങളിത് നേരത്തെ അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങൾ ആൾക്കൂട്ടത്തെ കൂട്ടി യോജിപ്പിച്ച് അങ്ങനെയല്ല, നിലവിലുള്ള കുറെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അല്ല, നിങ്ങളെ ഇതിലേക്ക് ലയിപ്പിക്കാൻ ഇവര് ശ്രമിച്ചിട്ടില്ലേ? ഉണ്ട്. ഇവർ വിളിച്ചിരുന്നു, ഇതിന്റെ ആളുകളെയൊക്കെ വിളിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ഒരു തർക്കവും പ്രശ്നമൊന്നുമില്ല. ഞങ്ങളിത് തുടക്കത്തിലെ ഞങ്ങൾ പോയി ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഈ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത് നിലവിലുള്ള ഈ സമിതിക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് രാഷ്ട്രീയപരമായ ഭിന്നത എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എന്നാൽ നിലവിലുള്ള എം പിക്കെതിരെ, പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എം പിക്കെതിരെ അദ്ദേഹത്തിന്റെ നാട്ടിലൂടെ ഒരു നാഷണൽ ഹൈവേ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ചില ഗൂഢശ്രമം നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പൊതുവേദിയിൽ ചില ആരോപണങ്ങളൊക്കെ കേൾക്കുന്നു. അതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ, അറിയാത്തൊരു കാര്യം നമ്മൾ പറഞ്ഞു. മാത്രമല്ല, അങ്ങനെ ഒരു രീതി വരുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള സംവിധാനങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഇതുവരെ നാഷണൽ ഹൈവേയുടെ ഇതില്ല. തന്നെയല്ല, ഒരു നാഷണൽ ഹൈവേ ഒരാളുടെ വീടിന്റെ ഭാഗത്തൂടെ കടന്നുപോയി എന്ന് വിചാരിച്ച് അതിനകത്ത് എന്തെങ്കിലും സംവിധാനങ്ങൾ പക്ഷെ അതിനകത്ത് ഇവിടെ ഉന്നയിച്ച പ്രശ്നവും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അല്പം താമസിച്ചു പോയി എങ്കിലും ആൾ രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല, ഇത് ഈ കമ്പനി, ഈ റോഡ് നിർമ്മാണ കമ്പനിയൊക്കെ വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു PWD റോഡ് ഉണ്ടെങ്കിൽ ട്രേഡ് യൂണിയൻകാർ എഗ്രിമെന്റ് വെക്കാൻ ചെല്ലും, പഞ്ചായത്തിന്റെ വർക്കാണ് ചെല്ലും, PWD വരെ ചെല്ലും. ഇത് മനുഷ്യർക്ക് അപ്രാപ്യമായിട്ടുള്ള ഒരു കമ്പനി എന്നുള്ള നിലയിൽ ആരും ചെന്നിട്ടുമില്ല, സമീപിച്ചിട്ടുമില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അപ്രാപ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് EKK കമ്പനി ഒരു കോർപ്പറേറ്റ് കമ്പനിയാ. കോർപ്പറേറ്റുകളെ ഭയമാണല്ലോ. കോർപ്പറേറ്റുകളെ ഭയക്കുന്ന രീതിയിൽ കോർപ്പറേറ്റ് ആയതുകൊണ്ടായിരിക്കാം ഈ രാഷ്ട്രീയക്കാർക്കും പേടിയാണോ? രാഷ്ട്രീയക്കാരെ ഭയക്കുന്ന അതുകൊണ്ടായിരിക്കും 1500 കോടിയുടെ വർക്ക് ഇവരുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ബോധത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം. അതുകൊണ്ട് അവരുടെ തന്നിഷ്ടപ്രകാരമാണ് വർക്ക് ചെയ്യുന്നത്. തന്നിഷ്ടപ്രകാരം വർക്ക് നടക്കുന്നത്. ഇവിടെ തന്നിഷ്ടപ്രകാരം നടക്കുന്നത്. ഇനി ആരും ചോദ്യം ചെയ്യുന്നില്ല. ഇപ്പൊ ഒരു പഞ്ചായത്തിലെ ഒരു വർക്കാണെങ്കിൽ ചോദ്യം ചെയ്യില്ലേ? ആ പഞ്ചായത്ത് മെമ്പറെ ചീത്ത വിളിക്കും, അല്ലെങ്കിൽ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ അവരെല്ലാം ചീത്ത വിളിക്കും, അത് തിരുത്തും, ഓടിച്ചില്ലും ചെയ്യും. പക്ഷെ ഇത് ഇത്ര എടപ്പള്ളിയിൽ ഓഫീസ് ആയതുകൊണ്ടായിരിക്കും അടിമാലിയിൽ നിന്ന് പോകാനും ബുദ്ധിമുട്ട്. ഇത് ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഞങ്ങൾ ചെല്ലുമ്പോൾ ഇതിനെ സംബന്ധിച്ച നിവേദനങ്ങളില്ല, ഞങ്ങൾ സംസാരിച്ചതാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ NHന്റെ നിർമ്മാണത്തിൽ വലിയ അപാകതകൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അങ്ങയുടെ. അതെ, നടക്കുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് ഈ മരം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. ഈ മരം ഈ മാസം തന്നെ വെട്ടിയേക്കുമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ? ഈ മാസം തന്നെ വെട്ടാൻ സാധ്യത കുറവാണെന്നുള്ളതാണ്. അത് ബന്ധപ്പെട്ട റേഞ്ച് ഓഫീസറും അവരുമായിട്ട് സംസാരിച്ചാലാണ് കൃത്യമായിട്ട് പറയാൻ. 10-ാം തീയതി ഞാൻ അതിൽ സംസാരിച്ചപ്പോൾ അവരുടെ ഭാഗത്ത് തടസ്സങ്ങളില്ല എന്നുള്ള അഭിപ്രായമാണ് ഇന്ന് റേഞ്ച് ഓഫീസറും എല്ലാം ഇത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ വനം വകുപ്പ് സുപ്രീം കോടതിയിൽ പോകുമെന്നും ഈ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോകാൻ സാധ്യതയുണ്ടെന്നും അതിന് ചീഫ് സെക്രട്ടറിയുടെ അനുമതി വേണമെന്നും ഒരു നിയമം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ കേൾക്കുന്നുണ്ട്. അതിനകത്ത് വല്ലതും അങ്ങ് കേട്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട്? അതിനകത്ത് കേന്ദ്ര വനം പരിസ്ഥിതി നിയമം അനുസരിച്ചും അതുപോലെ തന്നെ വന്യജീവി 1972 വന്യജീവി സംരക്ഷണ നിയമം എല്ലാം അനുസരിച്ച് ഇതൊരു കൺകറന്റ് ലിസ്റ്റിൽ പെട്ട ഒരു വിഷയമാണ്. അതായത് കേന്ദ്രവും സംസ്ഥാനത്തിനും അധികാരമുള്ള ഒരു വിഷയമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റും കൂടിയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിനകത്ത് ഒറ്റയ്ക്കൊരു തീരുമാനം സ്റ്റേറ്റിനോ, അതാണല്ലോ ഇപ്പോൾ വന്യജീവിയുടെ പ്രശ്നത്തിലും വന്യമൃഗങ്ങളുടെ പ്രശ്നത്തിലെല്ലാം അങ്ങനെയാണല്ലോ തീരുമാനിക്കേണ്ടത്. ആ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി കൂടാതെ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ വന്ന് ആനത്താര എന്ന് വരെ എഴുതി വെക്കുന്ന ബോർഡുകൾ നമ്മുടെ വഴിയിലൊക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നു, ആനകളില്ലായിരുന്നു. അപ്പൊ ആനകൾക്ക് വഴി ഒരുക്കുകയാണ് വനം വകുപ്പ്. അത് പോട്ടെ, അല്ല വനം വകുപ്പ് അതായത് വന്യജീവി സംരക്ഷണം വകുപ്പ് എന്നാണ് അതിന്റെ പേര് തന്നെ. വനത്തെയും വന്യജീവികളെയും സംരക്ഷിക്കുന്ന വകുപ്പ്, അതാണ് മനുഷ്യരെ സംരക്ഷിക്കുന്ന വകുപ്പുകൾ. അങ്ങനെ പ്രത്യേകം മനുഷ്യന് പേരെടുത്തൊരു വകുപ്പില്ല. അതിനാണ് ഏറ്റവും വലിയ ഡിസംബർ മാസത്തിലാണ് ഈ കടുവാ ദിനം എന്ന് പറയുന്നത്. അപ്പൊ കടുവകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ദിവസം വെച്ചേക്കുവാണ്. അപ്പൊ നമ്മളത് വിചാരിക്കുമ്പോൾ കടുവകള് അതിന്റെ എണ്ണം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ഭക്ഷ്യ ശൃംഖലയില് കുറെ ചെറിയ പെരുകി വരുന്ന ജീവികളെ കൊന്നു തിന്നുന്ന ജീവിയാണ് കടുവ. തന്നെയല്ല, അപ്പൊ ആ കടുവ നിലനിൽക്കണം. അത് മാത്രമല്ല ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന മുഴുവൻ ജീവികളും നിലനിൽക്കേണ്ടതാണ്. അല്ല, വന്യമൃഗങ്ങളെ ഉന്മൂലനം ചെയ്ത് അതിനെല്ലാം നശിപ്പിക്കണം എന്നുള്ള അഭിപ്രായം നമുക്കില്ല. പക്ഷെ അതിനെ ക്രമീകരിച്ച് വനത്തിനുള്ളിൽ തന്നെ നിർത്തണം. അവറ്റകളെല്ലാം ഭൂമിയുടെ അവകാശികളാണ്, മനുഷ്യന് അവകാശിയായതുപോലെ തന്നെ. അതുപോലെ ഇവർ തമ്മിലൊരു മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നുള്ളത് ഒഴിവാക്കണം. ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടുത്തെ പ്രശ്നം നിലവിൽ സർക്കാരിന്റെ കണക്കുപ്രകാരം 200 പഞ്ചായത്തുകളിലാണ് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണമുള്ള പഞ്ചായത്ത്.
അത് ഒത്തിരി താമസിയാതെ തന്നെ ഒരു വർഷത്തിനകം 300-400 വർദ്ധിക്കും. വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അത് ഗവൺമെന്റ് ദീർഘദർശനത്തോടു കൂടി കാണുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതിപ്പോ തീർത്തുമല്ല കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ തവണ ബജറ്റിൽ ആദ്യമായിട്ട് വന്യമൃഗ ശല്യം പരിഹരിക്കുന്നതിന് വേണ്ടി ഫണ്ട് കൊള്ളിച്ചപ്പോൾ വെറും 20 കോടി രൂപയെ കൊള്ളിച്ചിട്ടുള്ളൂ. അത് 20 കോടി കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിനകത്തൊക്കെ ആ ഫണ്ട് MLA മുഖേനയാണോ വരുന്നത്? അത് വനം വകുപ്പിന് കൊടുക്കും. വനം വകുപ്പിനാണ് ആ ഫണ്ട്. വനംവകുപ്പിനാണ് ആ ഫണ്ട്. വനം വകുപ്പിന് അപ്പൊ വകയിരുത്തലാണ്. നിങ്ങളുടെ കാഞ്ഞിരവേലിയിൽ മാർച്ച് 5-ന് കൊല്ലപ്പെട്ട ഇന്ദിര എന്ന് പറയുന്ന സ്ത്രീ കൊല്ലപ്പെട്ടതിന് ശേഷം വളരെ രൂക്ഷമായ പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടാവുകയുണ്ടായി. ജനങ്ങളെല്ലാം വളരെ ശക്തമായി പ്രതികരിക്കുകയുണ്ടായി. അതിനുശേഷം ഒരു ഫെൻസിങ് അവിടെ ഇടാമെന്ന് MLA ഉറപ്പ് പറഞ്ഞായിരുന്നല്ലോ അവിടെ ഒന്ന്. അത് MLA ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ടോ? അത് വനം വകുപ്പിന്റെ ഫണ്ട് അനുവദിച്ചതാണ്. വനംവകുപ്പ്. അതായത് ഈ കാഞ്ഞിരവല്ലി പ്രശ്നത്തിൽ ആദ്യമായിട്ടും എല്ലാ ഘട്ടത്തിലും ഇടപെട്ടയാള് എ രാജ MLA ആണ്. ഈ MP ഇടപെട്ടതില്ലേ? MP ഇടപെട്ടിട്ടില്ല. MP ഒരു പ്രാവശ്യം അവിടെ സന്ദർശിച്ചു എന്നതൊഴിച്ചാൽ വേറെ യാതൊരു കാര്യങ്ങളും MP ഇടപെട്ട്. ഞാൻ രാഷ്ട്രീയം പറഞ്ഞൊന്നുമല്ല കേട്ടോ. MP അങ്ങനെ ചെയ്തിട്ടില്ല. അത് ഇടുക്കി ജില്ലയിൽ തന്നെ ഒരു സ്ഥലത്തും അങ്ങനെ ഫെൻസിങ്ങിനായിട്ട് പൈസ കൊടുത്തിട്ട് അറിയില്ല. MP ഫണ്ടിൽ നിന്ന് ഉള്ളൊരു പ്രശ്നം അതിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് അറിയില്ല. പക്ഷേ കാഞ്ഞിരവേലി മേഖലയിൽ ഈ MP ഇതിനു മുമ്പ്, അതായത് ഈ ഇന്ദിര എന്ന് പറഞ്ഞ സ്ത്രീ മരിക്കുന്നതിന് മുമ്പ്, ഇന്ദിര ചേച്ചി മരിക്കുന്നതിന് മുമ്പ് MP അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷെ അന്നേരം ഒരു ഫണ്ടിന്റെ പ്രഖ്യാപനം നടത്തിയില്ല. MLA 2021 ജൂലൈ മാസം 25-ാം തീയതി MLA ആയതിനു ശേഷം അവിടെ സന്ദർശിക്കുകയും, അപ്പോൾ ഞാനന്ന് ഇവിടെ MLA ഓഫീസിന്റെ ഉദ്ഘാടനത്തിൽ ഒരു നിവേദനം കൊടുത്തു. ആ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ മണിയാശാനും ജയേന്ദ്ര സഖാവൊക്കെ പറഞ്ഞ് MLA-നെ അവിടെ പങ്കെടുപ്പിച്ചു. ആ പ്രദേശം മുഴുവൻ സന്ദർശിക്കുകയും തൊട്ടടുത്ത ദിവസം തന്നെ DFOയും ഉദ്യോഗസ്ഥനും സന്ദർശിച്ചു. അവരൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി. അങ്ങനെ ആ 2 പ്രോജക്റ്റുകൾ അവസാനം ഇപ്പം 3 വർഷത്തിന് ശേഷം, അതായത് 2021 ജൂലൈ 25-ന് തുടങ്ങിയ പദ്ധതി 2021 തുടങ്ങിയത് 24 ജൂലൈ ആയപ്പോഴത്തേക്കും അതിൻ്റെ ടെൻഡർ നോട്ടീസ് ഇട്ടിട്ടുണ്ട്. അതായത് അത് 10-ാം തീയതിക്ക് ശേഷം അറിയാം. അതിന് ടെൻഡർ ആയിട്ടുണ്ട്. നോട്ടീസ് ആയിട്ടുണ്ട്. ടെൻഡർ നോട്ടീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾ അതായത് 2020 ഫെൻസിങ് ആണ്. ഫെൻസിങ് 2 പ്രോജക്റ്റുകളുണ്ട്. അവിടെ 58 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ഉണ്ട്, കാഞ്ഞിരയിലുണ്ട്. അതുപോലെ മറ്റ് പരിശക്കല്ല് പഴംപിളിച്ചാൽ ആ സ്ഥലങ്ങളിലുണ്ട്. ഫെൻസിങ് ഒക്കെ മറികടക്കുന്ന ഭൗതിക ശേഷി ആനയ്ക്കുണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല, നമുക്കറിയാം. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ നമ്മുടെ കാഞ്ഞിരവേലിയുടെ ഏതാണ്ട് ഇങ്ങേയറ്റം എന്ന് പറയുമ്പോൾ മലയുടെ മുകളിൽ ആണല്ലോ പാട്ടിടമ്പൂടിയൊക്കെ. ഈ പാട്ടിടമ്പൂടിയിൽ നിന്നാൽ നമുക്ക് ശരിയായിട്ട് പെരിയാർ ഇങ്ങനെ വളരെ മനോഹരമായി കാണാം. ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. അവിടെ ഈ മൾട്ടി ഗ്രേഡ് ലേണിംഗ് സെന്ററുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് MGLC ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പാട്ടിടമ്പൂടിയിൽ സ്കൂളുണ്ടായിരുന്നു, പണ്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അവിടെ വന്നിട്ടുണ്ട്. കൊളമാങ്കുടിയിലും ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ 2 കുടികളിൽ ആദിവാസികൾ ഏതാണ്ട് വർഷങ്ങളായി താമസിച്ചു വരുന്ന കുടികളാണ്. അവിടെയൊന്നും നേരത്തെ ആനശല്യമില്ലായിരുന്നു. ഇപ്പോൾ ഈ കാഞ്ഞിരവേലിയിൽ നിന്നാണോ ആന ഇങ്ങോട്ട് വല്ലാതെ? കഴിഞ്ഞ ആഴ്ച കാഞ്ഞിരവേലി എന്ന് പറയുമ്പോൾ അതായത് കുട്ടമ്പുഴ പഞ്ചായത്തിന്റെ കിഴക്ക് ഭാഗവും അടിമാലി പഞ്ചായത്തിന്റെ പടിഞ്ഞാറ് ഭാഗം, അതുപോലെ അങ്ങ് മറ്റൊരു ഇതെന്ന് വെച്ചാൽ മാങ്കുളം പഞ്ചായത്തിന്റെ അതിർത്തി, ഇതെല്ലാം ആണ് ഈ വനം എന്ന് പറയുന്നത്. ആ വനത്തിന്റെ വിസ്തൃതമായൊരു ഏരിയ ഉണ്ട്. ആ ഏരിയ, അതായത് ഈ മാങ്കുളത്ത് ഇപ്പോൾ ആനക്കുളം എന്ന് പറയുന്ന സ്ഥലം, അതിൻ്റെ പടിഞ്ഞാറ് ഭാഗം, പിന്നെ ഈ മാമലക്കണ്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം. അപ്പോൾ അത് ഈ മലയാറ്റൂർ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള വനങ്ങളാണ്. മലയാറ്റൂരിന്റെ പക്ഷേ ആ ആവൂരുട്ടി ഭാഗത്തൊക്കെ ഈ ആന ഒതുങ്ങി നിന്നതാണ്. അതാണ് ഇപ്പൊ പെരുത്തുപോയി. എണ്ണത്തിൽ കൂടി പെരുത്തുപോയതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആന പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി അങ്ങനെ പോകുന്നു. ഇപ്പൊ 2019 മുതൽ 18 മുതലാണ് ആനയുടെ ശല്യം ഒരു ഇതായിട്ട് കാഞ്ഞിരവേലിലൊക്കെ തുടങ്ങിയത്. 2019 ഈ കുളമാങ്കുടി ഭാഗത്ത് ഒരു ഫെൻസിങ് ഇട്ടിരുന്നു. 19-20 കാലഘട്ടത്തിൽ ഞാൻ മെമ്പറായിരിക്കുമ്പോൾ ഒരു ഫെൻസിങ് വനം വകുപ്പിന്റെ ഇട്ടു. എത്ര നീളത്തില്? അത് അതിന്റെ മീറ്റർ ഏതാണ്ട് 2 കിലോമീറ്റർ വരുമായിരുന്നു. 1.5 കിലോമീറ്റർ വരുമായിരുന്നു. 2 കിലോമീറ്റർ താഴെ. അത് 5,50,000 രൂപയുടെ പ്രോജക്റ്റ് ആയിരുന്നു. അത് പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് അനുവദിച്ചു. പഞ്ചായത്തിലെ വനം വകുപ്പിന്റെ ഫണ്ട്. പിന്നെ കാഞ്ഞിരവേലില് 1.5 കിലോമീറ്റർ ഞാൻ വനസമിതിയിൽ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഒരു പ്രദേശം കോളനി എന്ന് പറഞ്ഞ ഭാഗം ഫെൻസിങ് ഇട്ടു. അവിടെ ആനശല്യമില്ല. അവിടെ ആ ഫെൻസിങ് സംരക്ഷിക്കുന്നു. ഈ ഫെൻസിങ് കറണ്ടിന്റെ വൈദ്യുതി ആണോ? അതെ, ബാറ്ററി വെച്ചുള്ള സിസ്റ്റമാണ്. അത് വള്ളിപ്പടർപ്പുകൾ കയറി അതിന്റെ ഇലക്ട്രിസിറ്റിയുടെ പവർ കുറയാതെ ശ്രദ്ധിച്ചാൽ മതി. മരം ചാടുമ്പോഴൊക്കെ പോയി ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു വള്ളിപ്പടർപ്പുകൾ കയറി കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി പ്രസരണ നഷ്ടം ഉണ്ടാവും. അതെ, പവർ ശക്തി കുറയും. അപ്പൊ അതുകൊണ്ട് അത് സംരക്ഷിക്കുന്നിടത്ത് ഒരു പ്രശ്നമില്ല. പിന്നെ ഫെൻസിങ്ങിന് പുതിയ രീതിയുണ്ട്. ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ട്. അടിഭാഗത്ത് 3 നിര കമ്പി ഇട്ടിട്ട് തൂക്കിയിടുന്നുണ്ട്.
അപ്പോൾ കാട്ടുപന്നി വരെ കയറാത്ത വിധത്തിലുള്ള സംവിധാനങ്ങൾ, പുതിയ പുതിയ സംവിധാനങ്ങളുണ്ട്. ഞങ്ങൾ നാട്ടുകാർ ശ്രമദാനമായിട്ട് ഫെൻസിങ് ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ഉപ്പുഴിയിലും കവളങ്ങാട് പഞ്ചായത്തിൻ്റെ കിഴക്ക് ഭാഗം ഉപ്പുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള അവിടുത്തെ പ്രോജക്റ്റ് പോയി കണ്ട് ആ മോഡൽ ഞങ്ങൾ ശ്രമദാനമായിട്ട് നാട്ടുകാർ പൈസ മുടക്കി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഒരു ഭാഗം. പിന്നെ സർക്കാരിൻ്റെ ഈ പദ്ധതി കൂടെ വരുന്നതോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ കുളമാങ്കുടിയിലെ നാട്ടുകാർ മുഴുവൻ റോഡ് ഉപരോധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നല്ലോ, ഇല്ലേ? അതെ, അതിൽ ആദിവാസികൾ തന്നെയായിരുന്നു അതിന് മുൻകൈ എടുത്തത്. ആദിവാസികളും നാട്ടുകാരും ഉണ്ടായിരുന്നു. ആദിവാസികളുടെ നേതൃത്വം ശക്തമായിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആദിവാസി ജനവിഭാഗങ്ങളെയാണ്. അത് പ്രത്യേകിച്ച് പാട്ടിടമ്പകുടിയിലൊക്കെ പാവങ്ങൾ അങ്ങേറ്റത്ത് ഈ ഗോത്രവർഗ വിഭാഗങ്ങൾ അങ്ങേറ്റമുണ്ട്, താമസിക്കുന്നത്, അല്ലേ? അങ്ങേറ്റത്ത് താമസിക്കുന്നവരുണ്ട്. അവർക്ക് കൃഷിയല്ലേ പ്രധാനം? ഉണ്ട്. ഇപ്പൊ കാഞ്ഞിരവേലിക്കുള്ളൊരു വഴിയും കൂടെ, അത് ആ, കാഞ്ഞിരവേലിക്കുള്ള വഴിയും കൂടെയാണ് ഇതിൽ യാത്ര ചെയ്ത് പോകാമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇപ്പൊ റോഡുണ്ടോ അങ്ങോട്ട്? റോഡുണ്ട്. ഏത് പാട്ടിടമ്പുകൂടി വരെയല്ലേ റോഡുള്ളൂ? പാട്ടയിടമ്പ് കൂടിയുണ്ട്, താഴേന്ന് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്, വരുന്നുണ്ട്, കയറുന്നുണ്ട്. റോഡ് കുറച്ച് ഭാഗമാണ് അതിനകത്തൊരു ഇതായിട്ട് കിടക്കുന്നു. കിടക്കുന്നുള്ളൂ. അത് പ്രധാനമന്ത്രിയുടെ പദ്ധതിയിൽ PMGSയുടെ സ്കീമിൽ പെടുത്തി എസ്റ്റിമേറ്റ് എടുത്തിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുളമാങ്കുടി കൂടി അക്കരെ കടന്ന് പാട്ടിടമ്പുഴി വഴി കാഞ്ഞിരവേലി വഴി നമുക്ക് നേരുമംഗലത്ത് എത്താൻ കഴിയും. എത്താൻ കഴിയുന്ന റോഡ് 5 കോടി രൂപ അനുവദിക്കുകയും PMGSയുടെ സ്കീമിൽ പെടുത്തി ജോയ്സ് ജോർജ് MP ആയിരുന്നപ്പോൾ ചെയ്ത പ്രോജക്റ്റ് ഉണ്ട്. അത് പിന്നീട് അതിൻ്റെ സാങ്കേതിക നടപടിക്രമങ്ങളുടെ മൂലം നടക്കാതെ പോയെന്നുള്ളതാണ് വസ്തുത. അതിനകത്ത് ഇപ്പോൾ പുതിയ മാനദണ്ഡങ്ങൾ വെച്ചു PMGSY. അതിൻ്റെ ഓഫീസർ ആ നിലയിലാണ് പറഞ്ഞത്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോവുകയും സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തതാണ്. അപ്പോൾ അത് വന്നാൽ ഒരു ഭയങ്കര നല്ല നിലയിലുള്ള മാറ്റങ്ങൾ വരും. അപ്പൊ ഇവിടെ നിന്ന് ഒരു ആക്സസ് വേണം, അതായത് വാളറ NH നിന്നൊരു ആക്സസ്, നല്ലൊരു റോഡ്, നല്ലൊരു പാലം അക്കരയ്ക്ക് വേണം. പക്ഷേ ഈ വന്യമൃഗശല്യം പരിഹരിക്കുക എന്നുള്ള പ്രശ്നത്തിന് പ്രഥമ പരിഗണന കൊടുക്കുകയും ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തില്ലെങ്കിൽ ഒരു ജനവാസ മേഖല അല്ലാതായി തീരുന്നത്. ഇവിടെ ആളുകൾ പടിപടിയായിട്ട് വിട്ടുപോകുന്നു. ഒരുപക്ഷെ വനം വകുപ്പ് അത് ആഗ്രഹിക്കുന്നുണ്ടാവും. വനം വകുപ്പ് ആഗ്രഹിക്കാൻ അവരുടെ വനത്തിന്റെ നിയമം അനുസരിച്ച് അവർ ആഗ്രഹിക്കുന്നുണ്ടാവാം. കാരണം അവർ പറയുന്ന വിസ്തൃതിയിലേക്ക് ഒരുപക്ഷെ വിസ്തൃതി ഇല്ലാത്ത മേഖലകൾ ഇതൊന്നും പെടുത്തിയിട്ടില്ല എങ്കിൽ, വനത്തിന്റെ വിസ്തൃതിയിൽ പെട്ടിട്ടില്ല എങ്കിൽ അവരുദ്ദേശിക്കുന്ന തലത്തിലേക്ക് വിസ്തൃതിയിൽ പെടുത്താൻ അവർ ശ്രമിക്കാൻ സാധ്യത. ഇത് വനം വകുപ്പിനോടുള്ള നമ്മുടെ നിഷേധാത്മകമായ നിലപാട് കൊണ്ട് ഞാൻ പറയുന്നതല്ല. ഒരുപക്ഷെ അവര് ഇതിന് നിർബന്ധിക്കപ്പെടുന്നതാവാം, അല്ലേ? വനവും പരിസ്ഥിതിയും എല്ലാം സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെ. ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ല, അതിന് യോജിപ്പില്ല. പക്ഷെ വന്യമൃഗങ്ങളുടെ ശല്യമാണ് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം. ആ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ള ഒരു ഇതാണുള്ളത്. അതിന് തീർച്ചയായിട്ടും വനം വകുപ്പ് ഈ വനവിസ്തൃതിയൊക്കെ അവർ വരുത്തിക്കോട്ടെ, ആ കാര്യത്തിലൊന്നും നമുക്ക് ഇതില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള വലിയ സംഘർഷം നടക്കുമ്പോൾ ഈ മനുഷ്യന്റെ ഭാഗത്ത് നിൽക്കണ്ടേ ഈ യഥാർത്ഥത്തിൽ വനം വകുപ്പ്? മനുഷ്യന്റെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്, മനുഷ്യന്റെ ഭാഗത്ത് നിൽക്കുന്നില്ല എന്ന് പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ വനം വകുപ്പിന്റെ RRT ടീമുകൾ, അതായത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, പരിശീലനം സിദ്ധിച്ച ആളുകൾ ഈ ആന ഓടിക്കുന്നതിനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഓരോ പ്രദേശത്തും വാച്ചർമാരെല്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ വനം വകുപ്പ് നല്ല നിലയിൽ ഇടപെടുന്നുണ്ട്. ഏത് സമയത്തും രാത്രിയെല്ലാം വനത്തിലെ ഉദ്യോഗസ്ഥന്മാർ ഈ പ്രശ്ന മേഖലകളിലെല്ലാം ചെല്ലുന്നുണ്ട്. അങ്ങനെ രീതി മാറിയിട്ടുണ്ട്. പിന്നെ കൂടാതെ കൃഷി വകുപ്പിൻ്റെയൊക്കെ സഹായം, അതായത് ഗവൺമെൻറ് ഉത്തരവ് കൃഷി വകുപ്പിന് കൃഷി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുക്കാം, പഞ്ചായത്ത് റെസൊല്യൂഷൻ നൽകിയാൽ മതി. ആ കാര്യങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ട്രൈബൽ മേഖലയ്ക്ക് ട്രൈബൽ ഫണ്ട്, TSP ഫണ്ട് വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇതിന് ചെയ്യാൻ പറ്റും. അത് ഗവൺമെന്റ് ഒരു മന്ത്രി നമുക്ക് വന്നിരിക്കുകയാണ്, അതെ അല്ലേ, വയനാട്ടിൽ നിന്നും. അപ്പൊ അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്തൊക്കെ ചെയ്യാൻ കഴിയും. 5-ാം മൈലില് ഈ ട്രൈബൽ അംബേദ്കർ കോളനി ആയിട്ട് അതിന്റെ ഒരു ഫണ്ട് കഴിഞ്ഞ ചെയ്ത അതിന്റെ നടപടിക്രമങ്ങളും 5-ാം മൈൽ കോളനി വളരെ വളരെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 1 കോടി രൂപയുടെ പ്രോജക്റ്റ് ആയിരുന്നു. രാജേന്ദ്രൻ MLA ആയിരുന്നപ്പോ കൊണ്ടുവന്ന പ്രോജക്റ്റ്. വർഷങ്ങളായി തന്നെ അവർ ഒത്തിരി ഫോർവേഡ് ആയിട്ടുണ്ട്. ആ കാര്യത്തിൽ അവർ അത് വളരെ മുന്നോട്ടാണ്. പക്ഷെ അതിനകത്ത് വന്ന പ്രശ്നം, സമീപകാലത്ത് ട്രൈബൽ മേഖലയിലെ ഫണ്ടിന്റെ ലഭ്യത കുറഞ്ഞു, വനം വകുപ്പിന്റെ ഫണ്ട് കുറഞ്ഞു, അതുപോലെ തന്നെ ഗവൺമെന്റ് വന്യമൃഗശല്യവുമായി ബന്ധപ്പെടുത്തി വരുന്ന ഫണ്ടിന്റെ കുറവ് വന്നു. അതിപ്പോൾ ഗവൺമെന്റ് ശ്രദ്ധിച്ച് പടിപടിയായിട്ട് രംഗത്തേക്ക് വരുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ മരണത്തിന് ശേഷം അതുവരെ, അതായത് 2023 മെയ് 25-ാം തീയതിയാണ് CCFE പ്രോജക്റ്റ് അംഗീകരിച്ചത്. അതായത് നേരുമംഗലം റേഞ്ചിന്റെ പ്രോജക്റ്റ് അംഗീകരിക്കുന്നത് 2023-ലാണ്. 24 മാർച്ചിന് ശേഷം, അതായത് പിന്നെയും 1 വർഷം കഴിഞ്ഞ പിന്നെയാണ് ഇത് നടപ്പാവുന്നത്. നിങ്ങൾ ഈ പരിസ്ഥിതി ഫോറം എന്ന നിലയിൽ ഈ ആനകളുടെ ശല്യത്തെ ഒഴിവാക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ ജനത്തോട് ഒപ്പം നിൽക്കുമോ? അവിടുത്തെ ജനത്തോടൊപ്പം, ഗോത്രവർഗ വിഭാഗത്തോടൊപ്പം നിൽക്കും? അത് നിൽക്കുന്നത് ഞങ്ങളുടെ സംഘടന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വികസനത്തിനെതിരോ അല്ലെങ്കിൽ സാധാരണ ഈ
അതിനകത്ത് കപട പരിസ്ഥിതിവാദെന്നൊരു ചൊല്ലുണ്ടല്ലോ. ആ കൂട്ടത്തിൽ നിങ്ങളില്ല. ആ കൂട്ടത്തിലൊന്നുമില്ല. ഇല്ല. വികസനം ഇല്ലാതെ മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റില്ല. കുറെ കൂടി യാഥാർത്ഥ്യബോധത്തോടെ ഇതാണ്. അതായത് ഇപ്പൊ വനം ഇല്ലെങ്കിൽ ഇപ്പൊ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വനം പരിസ്ഥിതി ഇപ്പൊ ആഗോളതലത്തിലുള്ള പരിസ്ഥിതിയുടെ കാര്യങ്ങളെ സംബന്ധിച്ച് ചൂട് കൂടുന്നതിന്റെ സിസ്റ്റം, അതായത് സമുദ്രോപരിതലത്തിലെ ജലത്തിന് ചൂട് കൂടി വരുന്നു. അതുപോലെ ഒരു നൂറ്റാണ്ടിൽ തിളക്കലാണ്. ഒരു നൂറ്റാണ്ടിൽ വർദ്ധിച്ചു വരുന്ന ചൂടിനേക്കാൾ കൂടുതൽ 15 വർഷം കൊണ്ട് ഇപ്പൊ ഉണ്ടാവുന്നുണ്ട്. ഗ്ലോബൽ ബോയിലിംഗ് എന്നാണ് ഇപ്പോൾ. അതെ. അപ്പൊ ആ ഒരു പ്രശ്നമൊക്കെ അതൊരു വേറൊരു ഘട്ടം, അത് വേറൊരു ഭാഗം. അതിനകത്തൊക്കെ ഞങ്ങൾക്ക് നിലപാടും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. സമയം വളരെ അതിക്രമിച്ചു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന് മാത്രമാണ് ശ്രീ എമ്മൻ നമ്മൾ പ്രതീക്ഷിച്ചത്. തീർച്ചയായിട്ടും സന്തോഷമുണ്ട് കാഞ്ഞിരവേലിയിലൂടെ എത്തുകയും വളരെ ചൂടും ചൂരും ഉള്ള സംഭാഷണത്തിൽ ഏർപ്പെട്ടത് ഈ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. താങ്കൾ വന്നതിൽ നമസ്കാരം. ചർച്ച പൂർത്തിയാകുമ്പോൾ നാഷണൽ ഹൈവേയുടെ നിർമ്മാണ അപാകതകളൊക്കെ ഒരുപക്ഷെ പരിഹരിക്കപ്പെട്ടേക്കും, മരം വെട്ടിയേക്കും എന്നൊക്കെ ഒരു ശുഭസൂചനയുണ്ട്. പക്ഷെ വന്യമൃഗശല്യം എങ്ങനെ പരിഹരിക്കപ്പെടും നമുക്കറിഞ്ഞുകൂടാ. അത് നാൾക്ക് നാൾ വർദ്ധിക്കുകയാണ്. 200 പഞ്ചായത്തുകളെങ്കിലും ഇപ്പോൾ രൂക്ഷമായ വന്യമൃഗശല്യം നേരിടുന്നുണ്ട്. അതധികം താമസിയാതെ 300ലേക്കും 400ലേക്കും ഒക്കെ വർദ്ധിച്ചേക്കുമെന്നാണ് നാം ഭയപ്പെടുന്നത്. ശക്തമായ നിയമവും നിയന്ത്രണവും അതിനു വേണ്ടി വന്നേ പറ്റൂ. നന്ദി, നമസ്കാരം.